എല്ലാവർക്കും നമസ്കാരം. അടുത്ത ആഴ്ച, അതായത് നാളെ 11/3/2024 മുതൽ അടുത്ത ആഴ്ചത്തേക്ക് മാർക്കറ്റിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതൊന്ന് നമുക്ക് പരിശോധിക്കാം. ബുള്ളിഷാണോ ബാരിഷാണോ, എന്താണ് സംഭവിക്കുക, നമുക്കൊരു ടെക്നിക്കൽ അനലൈസ് വഴി ഒന്ന് പരിശോധിക്കാം. സത്യത്തിൽ മാർക്കറ്റ് നല്ലൊരു ബുള്ളിഷാണ്. ബുള്ളിഷ് ക്യാൻഡിലാണ്, വീക്ക്ലി ക്യാൻഡിലാണ് കേട്ടോ. ഇത് വീക്ക്ലി ടൈം ഫ്രെയിമാണ്. വീക്ക്ലി ടൈം ഫ്രെയിമിൽ വെച്ചിരിക്കുന്നത് നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ, അതായത് അപ് ട്രെൻഡിലാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആൾ ടൈം ഹൈ എന്ന് പറയുന്നത് 22,525 22,525 അതൊന്ന് മാർക്ക് ചെയ്യട്ടെ. ഇനി മാർക്കറ്റ് ഏതുവരേക്ക് പോകും എന്നുള്ളത് നമുക്കൊന്ന് ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റ് ലെവൽ വെച്ചിട്ടൊന്ന് പരിശോധിക്കാം. നമുക്ക് ഇതിൻ്റെ ഹൈയിൽ വെച്ച് തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കാം. ആദ്യം 22,525 നോക്കൂ. ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റ് ലെവൽ അനുസരിച്ച് നമുക്ക് ഇപ്പോൾ നിൽക്കുന്നത് 22,493 ഹൈ വന്നിട്ട് 22,525 ആൾ ടൈം ഹൈ. അത് ബ്രേക്ക് ചെയ്താൽ 22,600 22,650 എന്തിന് ഈ ആഴ്ച തന്നെ 22,710 വരെ പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി നമുക്ക് പ്രീവിയസ് ക്യാൻഡിൽ ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റ് വെച്ചും ഒന്ന് നമുക്ക് പരിശോധിക്കാം. നോക്കൂ, 22,124 ഇതിൻ്റെ ഹൈ. 22,124 മാർക്ക് ചെയ്തു. എൻ്റെ തൊട്ട 21,138 നോക്കൂ. ദിവസം മുന്നത്തെ ക്യാൻഡിൽ ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, കഴിഞ്ഞ ആഴ്ചയിലെ ക്ലോസിംഗ് ക്യാൻഡിലെ ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് 22,708 വരെ കിട്ടി. ഏതായിരുന്നാലും ഒരു അപ് ട്രെൻഡ് തന്നെയാണ് മാർക്കറ്റിൽ കാണിക്കുന്നത്. ഇനി ബാങ്ക് നിഫ്റ്റി നമുക്ക് നോക്കാം. അപ് ട്രെൻഡിലൂടെ തന്നെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ ആൾ ടൈം ഹൈ എന്ന് പറയുന്നത് 48,636 68,636 മുകളിൽ ഒരു ഡേ ക്യാൻഡിൽ ഫോമായി കഴിഞ്ഞാൽ ഉറപ്പായും നമുക്ക് പ്രതീക്ഷിക്കുക മാർക്കറ്റ് 50,000 മേലെ പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റ് ലെവൽ വെച്ചൊന്നുകൂടെ പരിശോധിക്കാം. നോക്കൂ, 48,600 കഴിഞ്ഞാൽ 49,724 ആയിരിക്കും. ഇനിയിപ്പോൾ ആൾ ടൈം ഹൈ ക്രോസ് ചെയ്യാൻ ഏകദേശം ഒരു 600-700 പോയിൻറ്റിൻ്റെ അടുത്തുള്ളൂ. അപ്പോൾ 49,700 50,000 കഴിഞ്ഞ വെള്ളിയാഴ്ച ക്ലോസ് ചെയ്ത വീക്ക്ലി ക്യാൻഡിൽ വെച്ച് നോക്കുകയാണെങ്കിൽ 48,161 ഹൈ മാർക്ക് ചെയ്തു. 48,636 ക്രോസ് ചെയ്താൽ 48,840 49,190 49,750 ഈ ലെവൽ വരെ വരാനുള്ള സാധ്യതയുണ്ട്. ഇനി 50,000 അടുത്ത് എത്തിയില്ലെങ്കിലും 49,700 വരെ അടുത്ത ആഴ്ച ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റ് ലെവൽ വെച്ച് നോക്കുമ്പോഴാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതും ഒരു അപ് ട്രെൻഡിൻ്റെ അടിസ്ഥാനത്തിലാണ്. മാർക്കറ്റാണ്, എന്തും സംഭവിക്കാം. ഓക്കെ, നമുക്കിനി തിങ്കളാഴ്ചത്തേക്കുള്ള സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഒന്ന് നോക്കാം. നോക്കൂ, നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു കൺസോളിഡേഷൻ കാണുന്നത് തന്നെ, ഈ കൺസോളിഡേഷൻ ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു അപ്പ് മൂവ്മെൻറ്റ് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഫസ്റ്റ് റെസിസ്റ്റൻസ് 22,550 ആയിരിക്കും. സെക്കൻഡ് റെസിസ്റ്റൻസ് 22,600. നാളെ ഇമ്മീഡിയറ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത് നിഫ്റ്റിയിൽ 22,464 ആയിരിക്കും. സെക്കൻഡ് സപ്പോർട്ട് 22,375 എന്നിങ്ങനെയായിരിക്കും സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്. ഇനി ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ 47,740 ആയിരിക്കും ഇമ്മീഡിയറ്റ് സപ്പോർട്ട്. അതിനും താഴെ വരികയാണെങ്കിൽ 47,190. ഇനി റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ 48,170 48,636. ഓക്കെ, 48,636 48,170 എന്നിങ്ങനെ റെസിസ്റ്റൻസും 47,740 47,190 എന്നിങ്ങനെ സപ്പോർട്ടുമായിരിക്കും. ഇനി നമുക്ക് നാളേക്കുള്ള 2 സ്റ്റോക്കുകൾ പരിചയപ്പെടാം.
നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ പണം നഷ്ടപ്പെടുത്തിയവരാണോ? ഇപ്പോഴും കൺസിസ്റ്റന്റായ പ്രോഫിറ്റിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയുന്നില്ലേ? എങ്കിൽ ഞങ്ങൾ തരുന്ന മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ട്രേഡ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ താഴെ ലിങ്കുണ്ട്, ഞങ്ങളോടൊപ്പം കൂടാം. ഓർക്കുക, നഷ്ടപ്പെട്ട വേഗത്തിൽ കിട്ടിക്കോളണമെന്നില്ല, എങ്കിലും നമ്മൾ തിരിച്ചു പിടിച്ചിരിക്കും. ആദ്യത്തേത് HDFC ലൈഫാണ്. HDFC ലൈഫ് കഴിഞ്ഞ വ്യാഴാഴ്ച ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് 624.15 624 മുകളിൽ ഏതെങ്കിലും ഒരു മിനിറ്റ് ക്യാൻഡിലോ ക്രോസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ബൈ എൻട്രി എടുത്ത് പോകാം. 619 സ്റ്റോപ്പ് ലോസ് വയ്ക്കണം. 629 633 എന്നിങ്ങനെ ടാർഗറ്റ് വയ്ക്കാം. ഇനി താഴേക്കാണ് വരുന്നതെങ്കിൽ താഴെ സിംഗ് ലോയിൽ നിന്ന് നമുക്ക് സെൽ എൻട്രി പോസിബിളാണ്. 615 താഴെ 615 എടുക്കാം. 620 സെൽ വയ്ക്കണം. 610 605 എന്നിങ്ങനെ ടാർഗറ്റ് വയ്ക്കാവുന്നതാണ്. മറ്റൊന്ന് അദാനി പോർട്സ് ആണ്. അദാനി പോർട്സ് ഈ ഒരു ട്രെൻഡുമുണ്ട്. ഇവിടെ ഒരു പാരലൽ ചാനലിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 1366 എന്ന ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നേരത്തെ ഹൈ